ഗുട്ടൻ ടാഗ്. ഇന്ന് ആൻഡസി അല്ല കേട്ടോ നരേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആൻഡസിക്ക് സ്കൂൾ തുറന്നതുകൊണ്ട് സ്കൂളിൽ പോകണം. പിന്നെ അവൾക്ക് ഷോർട്ട് വീഡിയോ ചെയ്യാനാണ് താല്പര്യം. ഇത് ഇച്ചിരി ലോങ് ആയതുകൊണ്ട് ഞാൻ നരേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഒരു അവധി ദിവസമായിരുന്നു. വീട്ടിലിരുന്ന് ബോറടിച്ചതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എങ്ങോട്ട് പോകണമെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ആദ്യം വരുന്ന ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ലിംബുർഗിന് പോകുന്ന ട്രെയിനാണ് ആദ്യം വന്നത്. അതിന് ഞങ്ങൾ കയറി. പുറത്തേക്ക് നോക്കുമ്പോൾ കൂടുതലും കാണുന്നത് അടുത്ത കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന ഗോതമ്പ് പാടങ്ങളാണ്. നഗരപ്രദേശങ്ങൾ കഴിഞ്ഞ് ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള കൃഷിസ്ഥലങ്ങളാണ് ജർമ്മനിയിൽ കൂടുതലും കാണാൻ സാധിക്കുക. ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത് നീദർഹോസൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ടൗൺ ആണ്. ഞങ്ങൾ ആദ്യം ഈ സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം മാറ്റി വേറെ കുറച്ച് ദൂരെയുള്ള എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ടൗൺ കഴിഞ്ഞ് പിന്നെയും കുറേ കൃഷിസ്ഥലങ്ങളാണ് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നത്. ആൻഡസ ഈ യാത്ര നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് ഈ യാത്രയിൽ ചെറിയ ഉറക്കം വരുന്നുണ്ടായിരുന്നു. കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാറ്റാടിപ്പാടങ്ങൾ കാണാം. ഇപ്പോൾ ജർമ്മനിയിൽ കുറേ കാറ്റാടിപ്പാടങ്ങളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനി ഇപ്പോൾ കൂടുതലായി ഗ്രീൻ എനർജിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആൻഡസയ്ക്ക് ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. കയ്യിലിരുന്ന മിൽക്ക് ബ്രോഡ്സൺ എടുത്ത് കഴിക്കാൻ തുടങ്ങി. കൊച്ചു സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. ഞങ്ങളെ കൂടാതെ 1-2 പേർ മാത്രമായിരുന്നു ഈ സ്റ്റേഷനിൽ നിന്ന് കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നത്. വളരെ വിജനമായ ഒരു സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമാണ് കാഴ്ച. ഈ പച്ച നിറത്തെ കാണുന്ന ബിൽഡിംഗാണ് ഞങ്ങൾ ഇറങ്ങിയ കൊച്ചു റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ അടുത്ത് കണ്ട ഈ വഴിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി.
അധികം ആളുകളെ ഒന്നും പുറത്ത് കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ. നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും പേരയുള്ളതുപോലെ ഇവിടെ എല്ലാ വീടുകളിലും ആപ്പിൾ മരം കാണാം. ലാലാപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുന്നിൻ മുകളിലേക്കുള്ള വഴി കണ്ടത്. ഞങ്ങൾ ഏതായാലും ആ വഴിയിലൂടെ പോകാൻ തീരുമാനിച്ചു. പുൽമേട് കണ്ടപ്പോൾ പൊന്നൂസിന് ഡാൻസ് കളിക്കാനുള്ളൊരു മോഹം. അങ്ങനെ അവൾ ഡാൻസ് അറിയത്തില്ലാത്ത എന്നെയും ഡാൻസ് പഠിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കളിച്ചു. കുറച്ച് കുന്ന് കയറിയപ്പോഴത്തേക്കും പൊന്നൂസും അടുത്തു. പിന്നെ അവളെ എടുത്തുകൊണ്ട് കുന്ന് കയറേണ്ട അവസ്ഥയായിരുന്നു എൻ്റേത്. കുന്നിൻ്റെ മുകളിൽ ചെന്നുള്ള താഴ്വാര കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ ഒത്തിരി സമയം ചെലവഴിച്ചു. ഞാനും പൊന്നൂസും കുറേ സമയം കളിച്ചു. കളിയും ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയാകാറായി. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അമ്മയുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഹാർട്ടും തരണേ.